തേങ്ങാക്കൊത്ത് വറുത്തിട്ട് ബീഫ് റോസ്റ്റ് ഒന്ന് വെക്കണ സ്റ്റൈൽ ഞാൻ കാണിച്ചു തരട്ടെ. സാധാ നമ്മൾ വെക്കുന്നത് പോലെ തന്നെ, പക്ഷേ അതിൻ്റെ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർത്തിട്ടാണ് ബീഫ് റോസ്റ്റ് വെക്കുന്നത്. അതിനായിട്ട് ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എല്ലുണ്ട്, കടിക്കാൻ പറ്റുന്ന എല്ലില്ലേ, അങ്ങനത്തെ ടൈപ്പ് എല്ല് കുറച്ചുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാമാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അതിൽ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ ചതച്ച് വരുമ്പോൾ എന്തോരം ഉണ്ടാവും അത്രയും തന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് ചതച്ചതും 2 തണ്ട് വേപ്പിലയും കുറച്ച് ഉപ്പ്, എല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ. അതിനകത്തോട്ട് ഒത്തിരി വെളിച്ചെണ്ണ, ഇത്രയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ തിരുമുന്നുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തില്ലെന്ന് വെച്ചാൽ ചേർത്തിട്ടില്ല. അപ്പോൾ അത്രയും മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണിൽ താഴെ നിന്നാൽ മതി കേട്ടോ. അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വേവിച്ചെടുക്കാവേ. ഇതൊരു മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തതാണ്. ഇതൊരു 10-25 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് വേപ്പില, ഒരു പിടിയോളം വെളുത്തുള്ളി അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. പിന്നെ 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് വഴറ്റിയെടുക്കാനായിട്ടാണ്. വെളുത്തുള്ളി നമ്മൾ ഓൾറെഡി ചേർത്തതാണ്, എന്നാലും അത്രയും വേണം കേട്ടോ. ഇത് തേങ്ങാക്കൊത്ത് നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ തേങ്ങ വറുത്ത് മാറ്റണം. തേങ്ങ വറുത്തിട്ട് നല്ലോണം ഒരുമാതിരി ഒരു ബ്രൗൺ കളർ, ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞു പോകണ്ട. ഈ ഒരു പാകത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോഴേക്കാളും അതിനെടുത്ത് മാറ്റുക. 1 സ്പൂണോളം ഇഞ്ചി പേസ്റ്റും 1 സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മാറ്റിയിട്ട് തേങ്ങാക്കൊത്ത് മാറ്റിയിട്ട് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കാളും ആ പച്ചമുളക് 2-3 പച്ചമുളക് ഉണ്ടെങ്കിൽ എരിവിന് ഇത് ഇരുന്നോട്ടെ, അത് കീറിയത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടത് ജസ്റ്റ് ഒന്ന് അതൊന്ന് പേസ്റ്റ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ കുറച്ചൊന്ന് അരിഞ്ഞിടണം. അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് ഇത്രയും മുരിഞ്ഞങ്ങോട്ട് വരുമ്പോൾ ആ തേങ്ങാക്കൊത്തും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഏകദേശം ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം കേട്ടോ. അപ്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണോളം മല്ലിപ്പൊടി, 2 സ്പൂണോളം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 സ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളകിൻ്റെ എരിവും. പിന്നെ നമ്മൾ ഒട്ടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി മാത്രമാണ് എരിവിന് വന്നത്. എരിവിന് പച്ചമുളകും പിന്നെ വന്നത്. മുളക് പൊടി ഒട്ടുമില്ല കേട്ടോ, കുറവാണ് ഞാൻ ചേർത്തേക്കുന്നത്. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് ആ ഉപ്പിൽ വേവിച്ച ബീഫില്ലേ, ആ യെല്ലോട് കൂടി ആ ബീഫ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ഒത്തിരി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് പറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി തിക്കാവുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ഞാൻ ഇച്ചിരി ഒന്ന് എല്ലാത്തുമേലും ഒന്ന് പെരണ്ടിരിക്കണ രീതിക്കാണ് ഞാൻ എടുക്കുന്നത്. ഇതേപോലെ തന്നെ നല്ലോണം തിളച്ച് വരുമ്പോൾ നോൺ സ്റ്റിക്ക് ആയാലും അടിയിൽ അങ്ങനെ പിടിക്കത്തില്ലല്ലോ. അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്തും എല്ലാവരും ആ ഒരു മുരിഞ്ഞത് അതിനകത്തൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ബീഫിൻ്റെ ഒരു എല്ലിൻ്റെ ഒരു പീസാണ്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബീഫിൽ എല്ലിട്ട് വെക്കുന്നത്. ഞാനിത് പുട്ടിനായിട്ടാണ് ഞാൻ എടുത്തത്. രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഈ രീതിക്കൊന്ന് തേങ്ങാക്കൊത്ത് വറുത്തിട്ടൊന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. നല്ലോണം ബീഫ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അതേ കാണാം, നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 8 വിസിലെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടാവും കേട്ടോ ബീഫ് കുക്കറിൽ. ഒരു ഇത്തിരി നേരം തിരുമ്മി വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ആ ബീഫിനൊക്കെ. ഇത്തിരി നേരം കൂടുതലും വെച്ചോട്ടെ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.